പൂർവികർ കല്ലിനെ പൂജിച്ചു. അവർ മലയെ തൊഴുതു. അവർ മരത്തിനു ചുറ്റും കൈകൂപ്പി വലം വച്ചു. നദിയെ ദേവിയായി ആരാധിച്ചു. കാവ് സംരക്ഷിച്ചു. ഭൂമിയെ ദേവിയായി കണ്ട പൂജിച്ചു. പ്രകൃതിയെ ആരാധിച്ച് ബഹുമാനിച്ചു. അവർ പാമ്പിനെ പൂജിക്കുന്നവർ എന്ന് പരിഹസിക്കപ്പെട്ടു. മൃഗങ്ങളെ ആരാധിക്കുന്നവർ എന്ന് പരിഹസിക്കപ്പെട്ടു. പ്രാകൃതരായി എന്തുകൊണ്ടാണ് പൂർവികർ പ്രകൃതിയോട് ചേർന്ന് നിന്നത് എന്ന് നിനക്ക് മനസ്സിലായോ മനുഷ്യ എന്ന് ചോദിച്ചു കൊള്ളട്ടെ. നമ്മുടെ സംസ്കാരവും വിശ്വാസവും പ്രകൃതിയോട് ചേർത്ത് വച്ചത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ വേണ്ടിയായിരുന്നു. ആർത്തിയോടെ നീ പുഴ കയ്യേറി, കുന്ന് ഇടിച്ചു നിരത്തി, വനം വെട്ടി നശിപ്പിച്ചു, വയൽ നികത്തി, കായൽ കയ്യേറി, പശ്ചിമഘട്ടം എന്ന നമ്മുടെ സംരക്ഷണ വലയം കയ്യേറി നശിപ്പിച്ചു. ഇതിനെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്ന് കുടപിടിച്ചു. അന്ന് മാധവ ഗാഡ്ഗിലിനെ കല്ലെറിയാൻ കല്ല് തിരഞ്ഞവർ ഇന്ന് കൺട്രോൾ റൂമിലെ നമ്പറുകൾ തിരയുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ലോകഭൗമ ഉച്ചകോടിയിൽ ശാസ്ത്രജ്ഞർ പറഞ്ഞതുപോലെ 21-ാം നൂറ്റാണ്ടാകുമ്പോൾ ഒന്നുകിൽ ദുരപൂണ്ട മനുഷ്യർ പ്രകൃതിയെ കൊല്ലും, ഇല്ലെങ്കിൽ പ്രകൃതി മനുഷ്യരെ കൊല്ലും. വയനാട്ടിൽ മറ്റുള്ളവർ ചെയ്ത ദ്രോഹത്തിന് ബലിയാടായി തീർന്ന സാധു മനുഷ്യർക്ക് കണ്ണീർ പ്രണാമം.